ഇസ്രയേലിൽ ഉടനീളം അപായ സൈറൺ മുഴങ്ങുന്നു എന്നാണ് കേൾക്കുന്നത്. ഈ പശ്ചിമേഷ്യൻ സംഘർഷം എങ്ങോട്ടാണ് പോകുന്നത് എന്നത് വലിയ ആശങ്കപ്പെടുത്തുന്നു അല്ലേ സായ്കുമാർ? തീർച്ചയായും റോഷ്നി, ഇപ്പോൾ ഇസ്രയേലിനെതിരായ മിസൈൽ ആക്രമണം ആരംഭിച്ചതായി ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നു. അതായത് ഇറാൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു, ഞങ്ങൾ തന്നെയാണ് ഈ മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്ന്. അപ്പോൾ നേരത്തെ അമേരിക്ക നൽകിയ മുന്നറിയിപ്പ് ഇതാ സംഭവിച്ചിരിക്കുന്നു. ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം തുടങ്ങിയിരിക്കുന്നു. ഇറാൻ ടെൽ അവീവിലാണ് ആദ്യ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അവിടെ എത്രമാത്രം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതിൻ്റെ റിപ്പോർട്ടുകൾ ഇനി വരേണ്ടതുണ്ട്. ദൃശ്യങ്ങളടക്കം ഇപ്പോൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വന്നു കഴിഞ്ഞു. ഈ മിസൈലുകൾ ടെൽ അവീവിന് മുകളിൽ പറക്കുന്നതും അവിടെ ആക്രമണം നടത്തുന്നതും അതിൻ്റെ നാശനഷ്ടങ്ങളുടെ കണക്കാണ്. നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വരുന്നത്. ഇസ്രയേൽ തന്നെയാണ് ഈ വാർത്ത നേരത്തെ അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചത്. തങ്ങളുടെ ഇടത്ത് ഇറാന്റെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഇറാൻ തന്നെ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് തങ്ങൾ തന്നെ തൊടുത്തതാണ്. ആദ്യം ഒരു ഭീകരാക്രമണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഇത് ഇറാൻ തന്നെ തൊടുത്ത മിസൈലുകളാണ് എന്നാണ് ഇപ്പോൾ അവർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് വലിയ ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ്. ഇസ്രായേൽ ആകെ ഒരു അപായ സൈറൺ, വലിയൊരു യുദ്ധത്തിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്രമേൽ ആശങ്കപ്പെടേണ്ട സമയത്താണ് രാജ്യമാകെ ഒരു അപായ സൈറൺ മുഴക്കാറുള്ളത്. ഇത് ജനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. അവർ സുരക്ഷിതമായ ബങ്കറുകളിലേക്കും മറ്റ് സുരക്ഷിതമായ ഇടങ്ങളിലേക്കും മാറാൻ ഉള്ള ഒരു നിർദ്ദേശം കൂടിയാണ് ഇത്. അത് അങ്ങേയറ്റം ആശങ്കാജനകമായ സാഹചര്യത്തിൽ മാത്രമേ അങ്ങനെ ഒരു സൈറൺ മുഴക്കാറുള്ളൂ. അതാണിപ്പോൾ ഇസ്രായേലിൽ മുഴങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവരും വലിയൊരു യുദ്ധം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ലെബനനിലടക്കം ഇസ്രായേലിൻ്റെ വലിയ ആക്രമണം നടക്കുന്നു, കരയുദ്ധം നടക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോൾ നിരവധി പേർ കൊല്ലപ്പെട്ടതായി, 4 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യം മുൻനിർത്തിയാണ് റോഷ്നി ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അവിടെയുള്ള പൗരന്മാരോട് തങ്ങൾ ജാഗരൂകരായിരിക്കണം, സുരക്ഷിതമായ ഇടത്തേക്ക് മാറണം എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൻ്റെ ഗൗരവം എല്ലാ രാജ്യങ്ങളും പരിശോധിക്കുകയാണ്. UN ഒക്കെ കുറേ ദിവസമായി ഇത് ഒന്ന് അവസാനിപ്പിക്കാൻ ഇസ്രയേലിനോട് പറയുന്നു. പക്ഷേ ഒരു തരത്തിലുമുള്ള അവസാനിപ്പിക്കൽ ഉണ്ടായിട്ടില്ല. ഈ യുദ്ധം ആ രീതിയിൽ തന്നെ തുടരുകയാണ്. ഇറാനടക്കം അവരുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരെ നഷ്ടപ്പെടുന്നു. അവരുടെ ആത്മീയ നേതാവ് തന്നെ ഒളിവിലാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നു. ഇപ്പോൾ 4 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ടെൽ അവീവിൽ അല്പം മുമ്പുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്തായാലും ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ഇറാൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു, തങ്ങൾ തന്നെയാണ് ഈ മിസൈൽ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളത്. അവിടെ ഇപ്പോൾ അതിൻ്റെ ആൾനാശത്തിൻ്റെ കണക്ക് പ്രാഥമികമായി വരുന്നത് 4 പേർ കൊല്ലപ്പെട്ടു എന്നാണ്. നിരവധി പേർക്ക് പരിക്കുണ്ട്. വലിയ കെട്ടിടങ്ങളടക്കം തകർന്നു പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ടെൽ അവീവ് അത്രമേൽ തിരക്കുള്ളൊരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അമേരിക്ക ഈ ഘട്ടത്തിലെടുക്കുന്ന നിലപാട് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വയം പ്രതിരോധത്തിന് ഇസ്രയേലിന് എല്ലാ പിന്തുണയും തങ്ങൾ നൽകുമെന്നാണ് അമേരിക്ക പറഞ്ഞിരുന്ന കാര്യം. അത് അവർ നേരത്തെ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും വളരെ പെട്ടെന്നൊരു തിരിച്ചടിയിലേക്ക് ഇസ്രയേൽ പോവുകയാണെങ്കിൽ അതിന് അമേരിക്കൻ സഹായം കൂടി ഉണ്ടാകും. അങ്ങനെ അടിയും തിരിച്ചടിയുമായി മുന്നോട്ട് പോയാൽ ഇനിയുള്ള മണിക്കൂറുകൾ വലിയ അശാന്തിയുടെ തന്നെയാകും. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് റോഷ്നി ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പൗരന്മാരോട് കരുതിയിരിക്കാൻ, ജാഗ്രതയോടുകൂടിയിരിക്കാൻ, സുരക്ഷിതമായ ഇടങ്ങളിലിരിക്കാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നത്.